നമ്മൾ റീസെൻ്റ്ലി ഇപ്പം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. ദ ബിഗ്ഗസ്റ്റ് സ്കാം 2025. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടതുപോലെ തന്നെ പ്രവീൺ പ്രണവ് ഇവരുടെ ഒന്നിക്കലിൻ്റെ ആ ഒരു വീഡിയോയും അതുപോലൊക്കെ ഒരു സ്കാമിംഗ് ആണ്, ഇവരുടെ ഒരു നാടകമാണ്, അതൊക്കെ ഒരു ഇതാണെന്നുള്ള രീതിയിൽ ബ്രൂട്ടോ എന്ന് പറഞ്ഞൊരു ചാനലൊരു കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ അഭിനയമാണ്, ഇതെല്ലാം റീച്ചിന് വേണ്ടി മാത്രം ചെയ്ത രീതിയിലുള്ള വീഡിയോസാണ് എന്ന് തന്നെ പറയാം. ഓരോരുത്തരും കമൻറ്റിലൂടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ബ്രൂട്ടോയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്ത് തരാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഓടിച്ചോടിച്ച് മടുത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിനിപ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 40-50 ലക്ഷം. ഓ, അത്ര ഉള്ളൂ. നിൽക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവനെ ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ നമുക്ക് 3 മാസം അടി ഉണ്ടാക്കണ്ടേ? 3 മാസമോ? അത് കുഴപ്പമില്ല, നമുക്കെന്നാ തുടങ്ങാം. അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഏട്ടാ. ഏട്ടാ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാരെ ട്രേഡിംഗ് കമ്പനിക്കാരെ നടത്തുന്ന സ്കാമല്ല, പൊളിറ്റീഷ്യൻസ് ബ്രിഡ്ജ് കെട്ടുന്ന പറഞ്ഞിട്ട് കെട്ടാണ്ടിരുന്ന സ്കാമല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഫാമിലി വ്ളോഗറുടെ സ്കാമിനെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് 2025. നമ്മൾ എത്രയോ ആക്ടേഴ്സിന്റെ ഫാമിലി കണ്ടിട്ടുണ്ട്, പക്ഷേ ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 2025 യൂട്യൂബിന്റെ ട്രെൻഡിംഗ് പേജിൽ പ്രഗ്നൻസി വീഡിയോ, ഡെലിവറി വീഡിയോ ഒക്കെ വരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും. ഞാൻ ഓൾറെഡി ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റി 2 റോസ്റ്റ് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോസിലൊക്കെ ഞാൻ ലേബർ റൂം വ്ളോഗും പ്രഗ്നൻസി വ്ളോഗൊക്കെ ചെയ്തത് ഞാൻ റോസ്റ്റ് ചെയ്തത്. ബട്ട് എനിക്കിപ്പോ വിശ്വാസമുണ്ട് ഗൈസ്, അവർ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഫാമിലി. അപ്പോൾ ഇത് ബ്രൂട്ടോയിൽ വന്ന എന്താണ് കുറച്ച് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവർ ബ്രൂട്ടോൻ്റെ ചാനൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൽ കണ്ടാൽ മതിയാവും. അപ്പോൾ ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ പറയും. ഇവരെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ഡ്രാമ തന്നെയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആദ്യം വന്നിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നു, പിന്നെ വന്നിട്ട് ഞങ്ങളെല്ലാം ഒന്നായി, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ ചെയ്യുന്നു. വെറും ഇനി ഇതിപ്പോൾ ഒരു ചാനൽ മാറ്റാൻ വേണ്ടിയിട്ട് ആണോ, ഇവർ 2 പേർക്കും ഓരോ ചാനലിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണോ ഇതൊരു നാടകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതിനുള്ള ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് എന്തായാലും പ്രവീൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇതൊക്കെ നാടകമാണ്, ഇവർ ഇത് വെറുതെ ആളുകളെ പൊട്ടന്മാരാക്കണം എന്നുള്ള രീതിയിൽ പല വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട്. തമ്പനയിൽ ഇട്ട് പല ആളുകളും പല രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും ഇവരെക്കുറിച്ച് ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഇവർ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു ഡ്രാമ കളിക്കണമെന്ന് വരെ എല്ലാവർക്കും തോന്നിപ്പോകും. ആ രീതിയിലാണ് ഇവർ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. ഇത് ഈ ഇഷ്യൂസൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ വേറെ ചാനൽ തുടങ്ങി അതിൽ രണ്ടാളും രണ്ട് തരത്തിലുള്ള അവൻ എന്താണ് ചെയ്തത് അതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഇവർ ചെയ്യുക, ഇവരുടെ എന്താണ് ചെയ്യുന്നത് അതിന് റിപ്ലൈ ആയിട്ട് അവർ ചെയ്യുക. അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസുകളാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വരുന്നതും. അപ്പോൾ എന്തായാലും പ്രവീൺ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കൂ. നമ്മൾ റീസെൻ്റ്ലി ഇപ്പം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. ദ ബിഗ്ഗസ്റ്റ് സ്കാം 2025. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 200K അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടൻ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല. പക്ഷേ റീസെൻ്റ്ലി ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. ഇവരിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം കാര്യങ്ങൾ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനുള്ള റിപ്ലൈ ആയിട്ട് വരേണ്ടി വരും. ഇത് ഡ്രാമയായിരുന്നു, ഇത് നിങ്ങൾ കളിച്ച നാടകമായിരുന്നു, ഇത് ആളുകളെ പറ്റിക്കുമായിരുന്നു എന്നുള്ള തരത്തിൽ പലരും റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്വന്തം കാര്യം എൻ്റെ അനിയനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണെന്നുള്ളത് കരുതിയിട്ട് അവരെ സ്വയം നാറ്റിക്കരുതായിരുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ് പ്രവീണിന് പറ്റിയത്. പ്രവീണാണ് ആദ്യമായിട്ട് ഈ ഒരു ഇതിനെ കുറിച്ചിട്ട് ആ കൊച്ചുവാണ് ആദ്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞത്. പിന്നെ അതിന് റിപ്ലൈ ആയിട്ടാണ് പ്രവീൺ വന്നത്. കൊച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ല, ചില കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഇവർ തെളിവ് സഹിതം വന്നതാണ് ഇത്രയും വലിയ ഇഷ്യൂസ് ആയത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇവർ ഫാമിലി മാറ്റേഴ്സ് പുറത്ത് വന്ന് പറയരുതായിരുന്നു. ഞങ്ങൾ തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ചയുണ്ട്, ആരെങ്കിലും ചോദിക്കണമെങ്കിൽ കൊച്ചിയോടെ സ്വാഭാവികമായിട്ടും ഇവർ 2 പേരും തമ്മിൽ വീഡിയോ ഇടുന്ന സമയത്ത് അവരെ കാണുന്നില്ലല്ലോ ഇവരെ കാണുന്നില്ലല്ലോ ഒരുമിച്ച് വീഡിയോ ഇടുന്ന സമയത്ത് ചോദിക്കും. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ്, എന്തായാലും അധികം താമസിയാതെ അതെല്ലാം ശരിയാകും എന്നുള്ള തരത്തിലൊരു വീഡിയോ ചെയ്താൽ മതിയായിരുന്നു.
ഇത് പ്രവീൺ ഫുൾ തെളിവ് സഹിതമാണ് വന്നിട്ട് വീഡിയോ ചെയ്തത്. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ട് യാതൊരു കാര്യമില്ല. അത് മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടാണ് ഇവർ ആ വീഡിയോ ചെയ്തതും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്താ വിചാരിക്കുക, ഇത് ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമാണെന്ന് തന്നെയാണ് വിചാരിക്കുക. അതുമല്ല, അന്ന് പ്രവീൺ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രവീണിൻ്റെ ദേഹത്തെല്ലാം മുറിവുകളും ചോരയും പാടുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കൊച്ചുവിനെയും അച്ഛനെയും അമ്മയും എല്ലാവരും വെറുക്കുന്ന രീതിയിലായിരുന്നു അന്ന് എല്ലാവരും ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകളെ എല്ലാം പിന്നെ എന്താ പറയുക, കൊച്ചു അതിനുള്ള റിപ്ലൈ ആയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോഴാണ് കുറേയൊക്കെ ആളുകൾക്ക് സത്യാവസ്ഥ മനസ്സിലായതും രണ്ടു കൂട്ടർക്കും കുറേയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും അവിടെ മനസ്സിലായത്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കൂ. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഞാൻ എൻ്റെ Q&A പറഞ്ഞ കണക്ക് ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാനാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം. എനിക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ഈ അമൃതയുടെ അച്ഛൻ നമ്മളെ വിട്ട് പോയതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചതും, അല്ലെങ്കിൽ ആ ഒരു പിണക്കങ്ങളൊക്കെ അങ്ങ് മാറിയതും ആ ഒരു മരണത്തിന് ശേഷമാണ്. എല്ലാവരുടെയൊന്നും വാ മൂടിക്കെട്ടാനൊന്നും സാധിക്കത്തില്ല. ഇതൊരു സോഷ്യൽ മീഡിയയാണ്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമായിരിക്കും, ഓരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. അതിനെയൊക്കെ മാനിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. വേറൊരു ആൾക്കാർ പറയണത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് എല്ലാവരും യൂട്യൂബിൽ ഇപ്പം നമ്മളെ റിയാക്ഷൻ ചെയ്ത് എന്തോരം വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ആ ഒരു ഇഷ്യൂവിൽ എത്ര വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കാണാതിരുന്നിട്ടുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത്രമാത്രം ആ ഒരു ഇഷ്യൂവിൽ നമ്മളെ കോണ്ടൻ്റ് ആക്കിയിട്ട് എത്ര പേരാണ് റിയാക്ഷൻ വീഡിയോസും അല്ലാതെയും മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഉണ്ടാക്കട്ടെ പൈസ. ഞാൻ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ? അതെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടാണ് ഇടുന്നത്. ആ ഒരു ഇഷ്യൂ ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നോ ഒന്നും പ്രതീക്ഷ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നതാണ്. ഞാൻ ആരെയും ആദ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയോ കുറ്റം പറയുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ കമൻസിലൂടെ നമ്മളെ ഓഡിയൻസിലൂടെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചോദ്യം എന്ത്, കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ബ്ലോഗറാണ്. എന്നും നമ്മളെ കാണുമ്പോൾ പൃഥ്വിയുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്തോ ഒക്കെ ഒരു വിഷമമുണ്ടെന്ന്. അതേപോലെയാണ് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ മുഖത്തുനിന്ന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും മുമ്പേ മനസ്സിലാവും നിങ്ങൾക്ക്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ പലരും പല രീതിയിലായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത്. ചിലവരത് പോസിറ്റീവായിട്ട് എടുക്കും, ചിലവർ ഭൂരിപക്ഷം പേരും അതിന് നെഗറ്റീവായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ മാക്സിമം നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാതിരിക്കുക. അതായിരിക്കും ഫാമിലി വ്ളോഗേഴ്സിന് നോക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ കുറേ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ അവർ പിണങ്ങുന്ന സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും വന്ന് പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയും. പിന്നെ അവർ ഒന്നാവും ചെയ്യും. പിന്നെ ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്ത് പോകും. പക്ഷേ റിയാക്ട് ചെയ്യുന്നവരും അതെടുത്ത് പ്രതികരിക്കും. അപ്പോൾ പിന്നെ ആ ഒരു വീഡിയോ അവിടെ തന്നെ കിടക്കും, അതൊരിക്കലും പോവില്ല. ആ ഒരു എന്താ പറയുക, നിങ്ങൾ എത്ര ഒന്നിച്ചാലും നിങ്ങൾ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ തരത്തിലായിരിക്കും ആ ഒരു വീഡിയോ അവിടെ കിടക്കുന്നത് തന്നെ. എന്തായാലും നമുക്ക് പ്രവീൺ പറയുന്ന ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളൊരു വിഷമത്തിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് വെച്ചോ, അമ്പു ഇപ്പോൾ 6 മാസമായി വീട്ടിലാണ്. നമ്മൾ വേറെ ആരുമില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നല്ലാണ്ട് നമ്മളാണ് എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത്. അമ്പുവിനെ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ അതും ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് ഒന്നിരാടെ ഇടണമെന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാട് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാം എന്നുള്ള മെൻറ്റാലിറ്റി എനിക്കില്ല. എനിക്ക് അത്രത്തോളം ബെറ്റിംഗ് പ്രൊമോഷൻസിൻ്റെ മെയിലാണ് എനിക്ക് വരാറുള്ളത്. 4-5 മാസം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഉണ്ടാക്കുന്ന ഇൻകം എനിക്കൊരു ഒറ്റ വീഡിയോന്ന് എനിക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇവിടുന്ന് ഇത്ര ഇൻകം ഇങ്ങനെ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശാണത്. എന്നെ സ്കാമെന്ന് പറഞ്ഞാൽ വിളിച്ച ആ വീഡിയോയിൽ തന്നെ അവർ ആ ഒരു ബെറ്റിംഗ് പ്രൊമോഷൻ്റെ ഒരു ആപ്പിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആരെയും പറ്റിച്ചോ, അല്ലെങ്കിൽ ആരുടെ പൈസ പിടിച്ച് വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഒരാളെ ഒരു ചതിക്കുഴി കൊണ്ടിട്ടോ, ഒരാളെ മാനിപ്പുലേറ്റ് സംസാരിക്കുന്നതാണ്. ഇപ്പോഴത്തെ നമ്മളിപ്പം ഞാൻ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയി, അല്ലെങ്കിൽ കുഞ്ഞിന് ചോറൂണിന് എല്ലാവരും വന്നു, അപ്പോൾ എവിടെയും മൃദുല എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ബ്ലഡ് റിലേഷനാണ്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും, അല്ലെങ്കിൽ മുമ്പോട്ട് പോകും. പക്ഷേ അങ്ങനെ എന്നെപ്പോലെ അവളും ചേഞ്ച് ആവണമെന്ന് നമുക്കൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ഇപ്പോഴും. അതൊക്കെ ടൈം എടുക്കും, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനൊക്കെ എല്ലാം ഒരു ട്രാക്കിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം
കുടുംബമല്ലേ. അപ്പം ഇതിനിടയ്ക്ക് നിന്ന് ഞാനും കുറേ നോക്കുന്നു. അത് ശരിയാണ്, ബ്ലഡ് റിലേഷനാണ്, അത് എപ്പോഴാണെങ്കിലും ഒന്നാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തും അത് എൻ്റെ ബ്ലഡ് റിലേഷനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു തെറ്റ് പ്രവീണ് സംഭവിക്കില്ലായിരുന്നു. പ്രവീണ് ആ ഒരു തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് ഇത്രയും ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്തതും അത് ഇത്രയും വലിയ ഇഷ്യൂസ് ആയതും. അതുപോലെ തന്നെ മൃദുലയുടെ കാര്യം പ്രവീൺ പറയുന്നുണ്ട്. അത് തന്നെയാണ്, നമ്മൾ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും നമുക്കത് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് മൃദുലയെ കുറേ പേര് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻസുകൾ കണ്ടു. മൃദുലയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എന്താ ചോദിച്ചാൽ പുള്ളിക്കാരി ആ ഒരു ടൈമിൽ എന്തൊക്കെ ഇഷ്യൂസാണ് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നിമിഷം അനുഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും നമുക്കത് മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. അത് അഥവാ മറക്കുവാണെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ളവരാണ് മറക്കണമെന്ന് ഇതാവുകയാണെങ്കിലും അതിന് കുറച്ച് സമയം പിടിക്കും. പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിൽ കുറച്ച് കമൻസുകളുണ്ടായിരുന്നു, ഞാനതൊന്ന് വായിച്ചു തരാം. എന്തൊക്കെ പറഞ്ഞാലും അന്ന് ഫാമിലി പ്രശ്നം നടന്നതും അച്ഛൻ്റെയും അമ്മയുടെയും വോയിസ് റെക്കോർഡാക്കി വീഡിയോയിൽ ഇട്ടതും അതൊക്കെ വല്ലാതെ മോശമായി പോയി. ഇപ്പോൾ എത്ര തിരുത്തി പറഞ്ഞാലും അതൊക്കെ അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ എന്തായാലും ഫാമിലി നല്ല സന്തോഷത്തോടെ മുൻപോട്ട് പോകട്ടെ, മൃദുലയുമായി നന്നാവട്ടെ, നമുക്ക് കാത്തിരിക്കാം. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, ഫാമിലിയിൽ പല ഇഷ്യൂസ് ഉണ്ടാകും, അത് ഒരു ലിമിറ്റ് വരെ പുറത്ത് പറയാം, ആ ലിമിറ്റ് കഴിഞ്ഞ് പറഞ്ഞ് ബഹുജനം പലവിധം ആണെന്നാണല്ലോ. അപ്പോൾ അവർക്ക് തോന്നിയ ഒപ്പീനിയൻസ് പറയും. ഞാൻ നിങ്ങളുടെ പണ്ട് ഡാൻസ് വീഡിയോ മുതൽ കാണുന്ന ഒരാളാണ്. എല്ലാവരോടും പറയരുത്, അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ ആണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയാണ്, നമ്മളെല്ലാ കാര്യങ്ങളും പുറത്ത് പറയുമ്പോൾ അതിനുള്ള ഇതും നേരിടേണ്ടി വരും. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മൃദുല പഴയതുപോലെ നിൽക്കണം. മൃദുല നല്ലൊരു കുട്ടിയാണ്. അവളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്താണ് അവൾക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. അതിൻ്റെ വിഷമം ഏതൊരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ബി സ്ട്രോങ് മൃദുല എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ട്. പിന്നെ ഒരു കമൻറ്റ്, പെർഫെക്റ്റായ മനുഷ്യരായി ആരുമില്ല, ഈ ലോകത്തെ എല്ലാവർക്കും തെറ്റുപറ്റും, അത് തിരുത്തി ജീവിക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത് എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, സത്യമാണത്, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ചേട്ടൻ ചേച്ചിക്ക് കൊടുക്കുന്ന വാല്യൂ, റെസ്പെക്ട്, പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നം കാണും. നമ്മൾ ഈ പ്രശ്നം മുറുവിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ സൈഡിൽ നിന്ന് കറക്റ്റാണ് എന്നേ തോന്നൂ. ഗീവ് ടൈം ഫോർ ഹെർ, കുറച്ച് സമയം എടുക്കും ചില മുറിവ് മായാൻ എന്ന് പറയുന്നുണ്ട്. വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, മക്കൾക്ക് മറക്കാൻ പറ്റുന്നത് പോലെ മരുമക്കൾക്ക് അവർ അനുഭവിച്ചത് മറക്കാൻ കഴിയില്ല. ഞാനും കുറേ അനുഭവിച്ചതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ കെട്ടിയവനോട് പറയാറ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് ആണ്, നിങ്ങൾ അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, പക്ഷേ എന്നെ നിർബന്ധിക്കരുത്, എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ താഴ്ന്നു നിന്നതാണ്, പക്ഷേ എന്നെ കുറ്റപ്പെടുത്താനും എന്നെ കഷ്ടപ്പെടുത്താനും മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. ആ ഒരു കമൻറ്റ്. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ വഴക്കും പിണക്കും യൂട്യൂബിൽ ഒന്നും ഇടരുതായിരുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു കമൻറ്റ്. അതാണ് നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഭർത്താവിൻ്റെ പേരൻസ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും നമ്മളെ മുറിവേൽക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മളോട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നൊന്നും, നമ്മൾ പിന്നെ വീണ്ടും സംസാരിക്കും ഒക്കെ ശരിയാണ്, പക്ഷേ നമുക്കത് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അത് നമുക്ക് സമയമെടുക്കും. പഴയതുപോലെ നമുക്ക് അവരെ സ്നേഹിക്കാനോ അതുപോലെ ഇതാവാനോ തോന്നില്ല. നമുക്ക് അത്രയ്ക്കധികം അവരെ വേദന തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും പഴയതുപോലെ ആവാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, അതൊക്കെ സത്യമാണ് എങ്കിൽ മൃദുലയ്ക്ക് ഒരിക്കലും അത് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അത് മായാതെ തന്നെ, മറക്കാതെ അവിടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു മുറിവായിട്ട് കിടക്കും, മായാത്തൊരു മുറിവായിട്ട് അവിടെ കിടക്കും. അത് തന്നെയാണ് മൃദുലയ്ക്ക് വേണമെങ്കിൽ സംസാരിക്കട്ടെ, വേണമെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് പ്രവീൺ പറയുന്നത്. പ്രവീൺ ഒരിക്കലും അച്ഛനെയും അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ഒന്നിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മൃദുലയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മിണ്ടാൻ തുടങ്ങിയത്, സംസാരിക്കാൻ തുടങ്ങിയത്, പഴയതുപോലെ ആവാൻ തുടങ്ങി. എന്താ ചോദിച്ചാൽ ജനിച്ചാൽ ഒരിക്കലും മരിക്കും. ഇപ്പോൾ പെട്ടെന്ന് അച്ഛനക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു, പ്രവീണിന് അത് പിന്നെ ഒരു തീരാ വേദനയായിട്ട് മാറും. അപ്പോൾ മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പോൾ പ്രവീണിന് ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്നതുകൊണ്ടാണ് പ്രവീൺ പോയി ഫോർച്യൂണർ എടുത്തപ്പോൾ പോയതും അമ്മയെ കാണിച്ചതും അവരോട് പഴയതുപോലെയൊക്കെ
നിന്നതും എല്ലാം. അപ്പോൾ എന്തായാലും മൃദുവിന് സമയം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒരിക്കലും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയാതിരിക്കുക. അതിന് പിന്നെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ നമ്മളത് പശ്ചാത്തപിച്ചിട്ടോ അയ്യോ അത് പറയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോഷ്യൽ മീഡിയയാണ്, അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് ഇവർ വലിയ യൂട്യൂബേഴ്സാണ്. അപ്പം അത് ആളുകൾ പല രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.